السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക പരിപാലകനും മനുഷ്യരായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും എല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന സൃഷ്ടാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. വിശ്വാസിനികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഹപര സൗഭാഗ്യം ലഭിക്കാൻ, ഇഹത്തിനും പരത്തിനും അനുഗ്രഹീതരാകാൻ, സൃഷ്ടിച്ച റബ്ബിന്റെ കൃത്യമായ ഇടപെടലുകൾ ലഭിക്കാൻ വഴിയൊരുങ്ങുന്ന, ശ്രദ്ധിച്ചാൽ മനസ്സുവച്ചാൽ സാധ്യമാകുന്ന വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് ഒതുക്കൽപ്പിച്ചത്. ഈ ആയത്തിൽ ഒതുങ്ങുന്നുണ്ട് അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ നല്ല ഉണർവോടെ, ഉന്മേഷത്തോടെ, ആലസ്യമില്ലാതെ ശ്രദ്ധ കേൾക്കുവാനും മനസ്സിലാക്കാനും മനസ്സിരുത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ തെറ്റുകുറ്റങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾക്കാണ് ഏറെ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കുറെ അപാകതകൾ നമ്മളിലുണ്ട്, പാളിച്ചകളുണ്ട്, പോരായ്മകളുണ്ട്, പാകപ്പിഴവുകളുണ്ട്, ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നന്മകളെക്കാളും സാഹചര്യങ്ങൾ തിന്മയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇരിക്കണം നമ്മളിങ്ങനെ നമ്മളെ പറ്റി വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യ മനസ്സിന്റെ ചായ്വും നന്മയേക്കാൾ ഉപരി തിന്മയിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ യൂസുഫ് എന്നൊരു സൂറയുണ്ട്. 100-ലധികം ആയത്തുകൾ ആ മനുഷ്യന്റെ ചരിത്രത്തെ നമ്മെ കൃത്യമായി അല്ലാഹു നമുക്ക് വരച്ച് കാണിച്ചതാണ്. കറക്റ്റാണത്. അതിൽ വേറൊന്നും പൊടിപ്പൊന്നെങ്കിലും ചേർത്തുള്ള വർത്തമാനമില്ല. ഹസ്സനുൽ ഖസസി എന്ന ഖുർആൻ ആ വിഷയത്തെ പറഞ്ഞു. ഏറ്റവും നല്ല കഥാകഥനം. ആ യൂസുഫ് നബിയെ വശീകരിച്ച സുലൈഖ എന്ന സഹോദരിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് ആ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കാം. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല റബ്ബി സ്ജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഖാല റബ്ബി സ്ജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. എന്തൊന്നിലേക്ക് ആ സഹോദരി എന്നെ വിളിക്കുന്നുവോ അതിലേക്കാളും എനിക്കുത്തമം ആ ജയിലിൽ പോയി കഴിച്ചുകൂട്ടലാണ്. ആ ജയിലാണ് എനിക്ക് നല്ലത്, എനിക്ക് തെറ്റിലേക്ക് പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ അള്ളാഹിന്റെ തൗഫീഖിനാൽ രക്ഷപ്പെട്ടൊരു വല്ലാത്തൊരു അവസ്ഥയാണ് യൂസുഫ് നബിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ തിന്മയിലേക്ക് യൂസുഫ് നബിയെ വശീകരിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത സഹോദരി അടക്കം പറഞ്ഞൊരു വാക്കെന്താ, ഒമാ ഉബജ്ജിഉ നഫ്സി. ഒരിക്കലും ഞാൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തയാണെന്ന് പറയുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. വിശ്വാസികളെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഖുർആൻ വചനമാണിത്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യന്റെ മനസ്സിന്റെ ചായ്വ് നന്മകളേക്കല്ല തിന്മകളിലേക്കാണ്. ആരൊഴികെ ഇല്ലാ മാ റഹിമ റബ്ബി. റബ്ബ് അനുഗ്രഹിച്ചവരൊഴികെ.
അള്ളാന്റെ തൗഫീഖും ഇടപെടലുകളും കൃപാ കടാക്ഷവും ഇല്ലാത്തവരൊക്കെ അപകടത്തിൽ ചാടുമെന്നാണ് ആയത്തിന്റെ വിശാലമായ അർത്ഥ താല്പര്യം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളാണ് കൂടുതൽ വന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. വിശ്വാസികളെ, അതുകൊണ്ടാണല്ലോ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിപ്രായം ചോദിച്ച സൂറത്ത് ബഖറയിൽ കാണാൻ പറ്റും. മനുഷ്യവർഗത്തെ ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കാൻ വേണ്ടി പോവുകയാണെന്ന് മലക്കുകളോട് അല്ലാഹു അഭിപ്രായം ചോദിച്ചപ്പോ ആ സമയത്ത് മലക്കുകൾ പറഞ്ഞ വാക്കെന്താ? അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു അലാ തഅലമൂൻ. മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് മനുഷ്യർ നിയോഗിച്ചേക്കാൻ പോകുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്തിനു ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കണം? ഞങ്ങൾ നല്ലവരല്ലേ, തസ്ബീഹിലും തഹ്മീദിലും കഴിച്ചുകൂട്ടുന്ന ഞങ്ങളില്ലേ, പിന്നെന്തിന് മറ്റൊരു വർഗത്തെ ഭൂമിയിലേക്ക് നിയോഗിച്ചേക്കാൻ ഉദ്ദേശിക്കുന്നു? വിശ്വാസികളെ, ആ സമയത്ത് അല്ലാഹു മലക്കുകളെ ബോധ്യപ്പെടുത്തി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, പലതും നിങ്ങൾക്കറിയാത്തത് അവരുടെ കാര്യത്തിൽ നാം മനസ്സിലാക്കുന്നു. അവിടെയും മലക്കുകൾ പറഞ്ഞത് എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ ഭൂമിയിലേക്ക്? കാരണം എന്താ? ഇഖ്തിയാറുള്ളൊരു വർഗ്ഗമാണ് മനുഷ്യന്മാർ. നമുക്കിപ്പോ ജുമാക്ക് പള്ളിക്ക് വരാതിരിക്കാം. എത്ര ആളുകളുണ്ടാവും ഇന്ന് വെള്ളിയാഴ്ച റോട്ട് കൂടി അവിടെ ഇവിടെയും ചുറ്റി തിരഞ്ഞെടുക്കുന്നു? എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെയും? നമ്മുടെ കൗമിൽപ്പെട്ട എത്ര ബഹുമാന്യ സഹോദരങ്ങളുണ്ട് ജുമാക്ക് വരാത്തവരുണ്ട്? കുട്ടികളുടെ കൂട്ടത്തിൽ പോലുണ്ട്. കുട്ടികളുടെ കൂട്ടത്തിൽ അങ്ങനെ പറയാൻ കാരണം എന്താ? വീട്ടിൽ നിന്നൊക്കെ പോലെ വിചാരിക്കും, വാപ്പാരൊക്കെ വിചാരിക്കും ഒരു പള്ളിയിൽ പോകണ്ടെന്നാണ്. അങ്ങനെയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. മലക്കുകളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമില്ല. അള്ളാഹു എന്ത് കൽപ്പിച്ചു അപ്പടി ചെയ്തേ പറ്റൂ. ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്ന മലക്കുകൾ ഓൽക്ക് ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റും. ഈ ജുമാക്ക് പള്ളിയിൽ നമ്മൾ വന്നപ്പോ നമ്മളൊക്കെ കറക്റ്റ് കണക്കെടുക്കാൻ വേണ്ടി മലക്കുകളുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിമ്പറിൽ ഖത്തീബ് കയറിയാൽ ഖത്തീബ് മിമ്പറിൽ കയറിയ ഓരോ ഖുത്ബ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഉത്കൃഷ്ട സിറ്റികളാണ്. അതുകൊണ്ടാണല്ലോ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം വലല്ലാലി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഉച്ചത്തിൽ ആമീൻ പറയണമെന്ന. ഇന്നിപ്പോ ആമീൻ പറച്ചിലൊക്കെ പിന്നിക്കായിട്ടുണ്ട്. അത് ചില ആളുകൾ മാത്രം. അത്രയും ആളുകൾ കൂടിയൊരു പള്ളിയിൽ ആമീൻ പറച്ചില് അല്ലേ? പലയിടങ്ങളിലും അത് ഒരു എന്തൊക്കെയൊരു പറച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഇമാമു വലല്ലാലി എന്ന് പറഞ്ഞാൽ ഖൂലു ആമീൻ, ഉച്ചത്തിൽ എല്ലാവരും മദീന പള്ളി പ്രകമ്പനം കൊള്ളുമായിരുന്നുവെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ വാക്ക്. എന്താണെന്നോ? മലക്കുകളുടെ ആമീൻ പറച്ചിലും നിങ്ങളുടെ ആമീൻ പറച്ചിലും ഒന്നിച്ചു വന്നല്ല പ്രാർത്ഥനയുടെ സ്വീകാര്യ സംശയമല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ആ കാര്യം. മലക്കുകൾക്ക് അള്ളാന്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. ഒന്നും അവർക്ക് ധിക്കരിക്കാൻ പറ്റില്ല. മനുഷ്യരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു ധാരാളം. എന്താ വഴി? ഞാൻ ഓതിക്കേൾപ്പിച്ചായത്തായി. പ്രിയപ്പെട്ടവരെ, സിട്ടാവെങ്കിലേക്ക് ഇഖ്ലാസോടുകൂടി ഖേദിച്ചു മടങ്ങുക എന്ന ഇസ്തിഗ്ഫാറിനെയാണ് അതിന്റെ പരിഹാരം. അല്ലേ? അള്ളാന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഖുർആൻ ആയത്ത്. നബി, എന്റെ അടിമകളോട് നീ ഒന്ന് പറഞ്ഞേക്ക്, നിരാശയിൽ കഴിയുന്നവരോടൊന്ന് പറഞ്ഞേക്ക്, ഒരിക്കലും തനിക്ക് കരകയറ്റമില്ലെന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരോടൊന്ന് പറഞ്ഞേക്ക്, അന്നിയാനൽ ഗഫൂർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവൻ കരുണാനിധിയുമാണെന്ന് വിവരം അറിയിച്ചു കൊടുക്കണം. വിശ്വാസികളെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിരവധി ആയത്തുകൾ ഈ വിഷയവുമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കണം നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ദുനിയാവിലെ പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടും, ആഖിറത്തിലെ പ്രശ്നങ്ങളും പരിഹരിച്ചു കിട്ടും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ചില പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളും അള്ളാന്റെ റസൂലിന്റെ ചില ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ഖുത്ബ ഇങ്ങനെ കേൾക്കണം, നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും. വിശ്വാസികളെ, അമ്പിയാക്കളുടെ മാതൃക ഏതാണ്? മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ള കൽപ്പിച്ച കൽപ്പനകളെ ലംഘിച്ചു. അടുക്കരുതെന്ന് പറഞ്ഞ മരത്തോടടുത്തു. തെറ്റുകുറ്റം ചെയ്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും വഴിമാറുകയാണ്. ലോകത്തൊന്നാമത്തെ തെറ്റല്ലേ അവിടെ ജീവിതത്തിൽ വന്നത്? അള്ളാന്റെ ഖുർആൻ എന്തിനു മുഅ്മിനീങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു. വഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെ തൗബ ചെയ്യണം, എങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തണം നമ്മളെ വാപ്പാക്കും മാക്കും അറിയില്ല. അള്ള പ്രാർത്ഥന രൂപങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും ഇസ്തിഗ്ഫാറിനെ തേടിയപ്പോ അല്ലാഹു ഫതഅബ അലൈഹി, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. അവനാരാ? ഗഫൂറാണ്, റഹീമാണ്. വിശ്വാസികളെ, ആദം നബിയുടെ മാതൃക ഏതാണ്? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളൊരു പ്രദേശത്തേക്ക് പ്രബോധകനായി നിയോഗിച്ചയച്ചു. കുറെ കാലം ദഅവത്തുമായി മുന്നോട്ട് പോയി.
കൗമ നന്നാകണില്ല, ജനങ്ങൾ നന്നാകാൻ കുറച്ച് പണിയാണ്. എന്നും അങ്ങനെ തന്നെയാണ്. ഏത് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കാണ്, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുക എന്നുള്ള പ്രകൃത മനുഷ്യന് കൂടുതലുള്ളത്. ഈ ഖിലാസിന്റെ അങ്ങേയറ്റാണ് യൂനുസ് നബി. ജനങ്ങൾ നന്നാളില്ലാന്ന് കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി പടച്ചോനായിട്ടാണ് അത്രയും മനമടുത്തു. വിശ്വാസികളെ, ആ പ്രബോധനം എന്ന ദൗത്യം ഏൽപ്പിച്ച് അള്ളാഹു കൽപ്പനല്ലാതെ നാടുവിട്ടാണ് പോകാൻ പാടില്ലായിരുന്നു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൗത്യം നിർവഹിച്ച് ക്ഷമയോടെ സഹിച്ച് അവിടെ കഴിച്ചുകൂട്ടണം. അള്ളാഹ് ഏൽപ്പിച്ച ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഇട്ടെറിഞ്ഞുകൊണ്ട് ആ മഹാനുഭവൻ നാട് വിട്ടുപോകുന്നു. വിശ്വാസികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടുള്ള പോക്ക് കണ്ട റഹ്മാനായ റബ്ബ് പിടികൂടി. എന്നൽപ്പം പരീക്ഷിക്കാനുള്ള തീരുമാനിച്ചു. فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. പോയപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു. കാരണം എന്താ, പിന്നെ ഓരോരോ സ്റ്റെപ്പുകളും പരീക്ഷണം. മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെടേണ്ടി വരുന്നു. ചരിത്രം വിശദീകരിക്കുന്ന സമയമല്ല. അതാണ് നൂൻ പ്രവാചകൻ കോപാകുലായി പോയ സന്ദർഭം. അദ്ദേഹം വിചാരിച്ച അള്ള പറയാ അള്ളാഹു പറയണോക്ക് യൂനുസ് നബി വിചാരിച്ചു എനിക്കോനെ പിടികൂടാൻ പറ്റൂല അല്ലേ. അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തവരാരാ? എവിടേക്കും ഓടി രക്ഷപ്പെട്ട അള്ളാഹ്ക്ക് അദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. വിശ്വാസികളെ, മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോകേണ്ടി വരുന്നു. പക്ഷേ തെറ്റുകുറ്റമാണെന്ന് ബോധ്യപ്പെട്ടു. എന്റെ റബ്ബേൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഒളിച്ചോടാൻ പാടില്ല തിരിച്ചറിഞ്ഞ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ദുആ, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹ്, ഞാൻ ദുൽമ് കാണിച്ചവനായി തീർന്നു. എന്റെ അരികിൽ അപാകതകൾ ഒന്നു റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ. വിശ്വാസികളെ, ഇസ്തിഗ്ഫാർ തേടുകയാണ്. ഈ ഖുത്ബ കേൾക്കുന്നവരെ, അള്ളാന്റെ റസൂൽ ഈ ആയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് ജീവിതത്തിൽ വല്ല പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഈ ആയത്തിൽ ഇങ്ങനെ ചെല്ല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇങ്ങനെ ചൊല്ലിക്കോളൂ. എപ്പോഴും വിഷമവും പ്രയാസം ഉണ്ടെങ്കിൽ പടച്ചവന്റെ ഇടപെടും, അള്ളാഹു ഇടപെടും. ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ വാക്യം എന്താണെന്നോ? ശരിക്കൊരു മനുഷ്യൻ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട എന്താണ്, സെക്കൻഡുകൾ കൊണ്ട് ആ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മൃതശരീരമായി മാറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വല്ല കരയിലോ കൊണ്ടുപോയി വിസർജ്യ വസ്തുവായി തള്ളപ്പെടും. അങ്ങനെയല്ലേ ഉണ്ടാകുക? പക്ഷേ റൂഹ് നൽകിയ റഹ്മാനായ റബ്ബ്, റൂഹിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചില്ല. ആ മത്സ്യത്തിന്റെ വയറ് ചെറിയൊരു ജയിലറയാക്കാൻ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വിഷയം പറഞ്ഞെടുത്ത് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിലേക്ക് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ ഖറാഇ വഹുവ മദ്മൂം. യൂനുസ് നബിയെ അള്ളാഹു ചെറിയൊരു കസക്കി എറിഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ കാവലിനാൽ രക്ഷപ്പെടാറ്. അവിടെ നിങ്ങൾ നോക്ക്, മനുഷ്യനാണ്. അമ്പിയാക്കളുടെ അരികിൽ വന്ന അപാകതകൾ ഖുർആൻ ചൂണ്ടിക്കാണിക്കാൻ അള്ളാഹു ഇസ്തിഗ്ഫാർ നൽകുന്നു. വീണ്ടും ഈ പ്രവാചകനെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രബോധകനായി നിയോഗിച്ചേക്കുന്നു. ഒരു സമൂഹത്തുള്ള നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് നശിപ്പിക്കാത്ത ഒരേ ഒരു പ്രവാചക സമൂഹം യൂനുസ് നബിയുടെ ചരിത്രമാണ്. യൂനുസ് നബിയുടെ ഉമ്മത്തിനെ അല്ല നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് നശിപ്പിക്കാതിരുന്നത്. അവിടെ നോക്ക്, അള്ളാഹു എന്തിനത് പറഞ്ഞിരുന്നത്? നമ്മളും മനുഷ്യരാണ്, തെറ്റുകളും കുറ്റങ്ങളും അപാകതയും വരും. അതറിയുന്ന, മനസ്സിലാക്കുന്ന, എഴുതി വെക്കുന്ന റബ്ബിനോട് അള്ളാഹു പുറത്തു കൊണ്ടെന്ന് പറഞ്ഞാൽ അടിയനെ അള്ളാഹു സ്വീകരിക്കും. വിശ്വാസികളെ, പ്രവാചകന്മാരുടെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ മൂസാ പ്രവാചകൻ തന്റെ കൈപ്പഴയാൽ ഒരു സഹോദരനെ ഇടിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഖസ്സൂറത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. കിബുത്തിയായ ഒരു സഹോദരനും ഇസ്രായേൽ സന്തതിയിൽപ്പെട്ട രണ്ടാളുകളും തമ്മിൽ കശപിശ കൂടിയപ്പോ മൂസാ നബിക്ക് ഒരു അലിവ് തന്റെ വർഗത്തോടുണ്ടായി. കിബുത്തി ഭരണകൂടത്തിൽപ്പെട്ട ആൾ ഈ പാവപ്പെട്ടവൻ ഇങ്ങനെ ചതക്കാണ്, നല്ല ഇടിയൊടുക്കുകയാണ്. ആ സമയത്ത് ഖുർആൻ അത് കൃത്യമായി പറയാണ്. മൂസാ നബിയിൽ ഇടപെടാം, ഒരു ഇടി കൊടുത്തു. മരണപ്പെടുകയാണ്. പക്ഷെ മൂസാ നബിക്ക് അപ്പോ വല്ലാത്തൊരു മനസ്സ് വന്നു, അയ്യേ എന്ന് തോന്നി. ഇന്നഹു ആദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു അദുൻ മുളില്ലുൻ മുബീൻ. ഇത് പിശാചിന്റെ പണി തന്നെയാണ്.
ഓൻ വഴിപഴപ്പിക്കുന്നവനാണ്. എന്നെ അപകടത്തിൽ പിടിച്ചല്ലോ കുറച്ചൊന്ന് തൊട്ടടന്ന് ആ നിമിഷം പ്രിയപ്പെട്ടവരെ മഹാനായ യൂസുഫ് നബി അലി മഹാനായ മൂസാ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യാൻ അല്ലാഹ് ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം കാണിച്ചു റബ്ബേ നീ എനിക്ക് പുറത്തുകൊണ്ടാ. അല്ലാഹ് എന്റെ സ്വന്തത്തോട് ഞാൻ അക്രമം കാണിച്ചു, നരകത്തിന്റെ വറകാകുന്ന പണി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി റബ്ബേ പുറത്തുകൊണ്ടാ. ഫഗഫറ ലഹു അല്ലാഹ് പുറത്തു കൊടുത്തു. ഈ ഖുത്ബ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഖുർആനിക സൂക്തങ്ങളാണിത്. നമ്മുടെ അമ്പിയാക്കളുടെ മാതൃകയാണിത്. എന്ത് പ്രശ്നങ്ങളുണ്ടോ, എന്ത് അപാകതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു അല്ലാഹ് പുറത്തു തരാൻ ഒരുക്കമാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിലേക്ക് തിരികെ വരികയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാത്തവരായി അനുഗ്രഹീതമായ സദസ്സിൽ 980 വർഷക്കാലം സത്യദീൻ പഠിപ്പിക്കാൻ അല്ലാഹ് നിയോഗിച്ചയച്ച പ്രവാചകനാണ് നൂഹ് നബി. 1050 വർഷം കുറവ്, 980 വർഷം എന്ന് ഖുർആനാണ് പറയുന്നത്. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. രാപ്പകലില്ലാതെ ആ മനുഷ്യന്റെ അവസ്ഥ. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ പോലും നന്മയിലേക്ക് വന്നില്ല, മകന് നന്നായില്ല. അടാ ഒന്ന് കയറെന്ന് പറഞ്ഞു. മോനെ ഈ കപ്പലിലൊന്ന് കയറണേ. എത്ര കുരുത്തം കെട്ടവനാണ് മോനെങ്കിലും വാപ്പാന്റെ മനസ്സ് മക്കളുടെ കാര്യത്തിൽ സ്നേഹത്തിലായിരിക്കും. എല്ലാതും വെള്ളം മുങ്ങി ആകെ മുങ്ങിച്ചാകുമെന്നൊരവസ്ഥ വന്നപ്പോ മകനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോ യാ ബുനയ്യർക്കമാന, കുഞ്ഞുമോനെ ഈ കപ്പൽ കയറൂ. ആ സമയത്ത് ആ മോൻ പറഞ്ഞ, എന്താ ഉപ്പ ഞാനതിൽ കയറില്ല, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളാം. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹ് എന്റെ കുട്ടി എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ. ആലോചിച്ച് നോക്കൊരു വാപ്പയുടെ മനസ്സിന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കും. എന്റെ കുട്ടി എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ. അള്ളാഹ് പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ രക്തത്തിൽ പിറന്ന മോനാണെങ്കിലും ആദർശ വഴിയിലേക്ക് വരാത്ത മോൻ നിന്റെ മോനല്ല. ഒരിക്കലും ഇത്തരം വർത്തമാനം നീ എന്നോട് ഇനിമേൽ പറയല്ലേ എന്ന് റഹ്മാനായ റബ്ബി നൂഹ് നബിക്ക് തിരുത്തി കൊടുക്കുകയാണ്. ജാഹിലുകൾ ഇനിമേൽ നൂഹേ നീ പെട്ടുപോകല്ല. എന്തുണ്ടായി? നൂഹ് നബിയുടെ മോനും വെള്ളത്തിൽ മുങ്ങിച്ചാൽ. വിശ്വാസികളെ, ആ സമൂഹത്തെ ഒന്നിച്ച് ജലപ്രളയത്തിലൂടെ നശിപ്പിക്കാനുള്ള തീരുമാനിക്കാം, തൂഫാൻ ഉണ്ടാകാം. അത് നൂഹ് നബി കറക്റ്റ് അറിയാം. ആ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയാണ്, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദിയാറാ. നീ ഒരാൾ ഇവിടെ നീ വെച്ചേക്കണ്ട, ഒക്കെ നീ നശിപ്പിച്ച റബ്ബേ. ജനിച്ചു വീഴുന്ന കുഞ്ഞു പോലും കുഫറോടെ മാത്രമേ ജനിച്ചു വീഴൂ. പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലേ? പറന്നു വീഴുന്ന എല്ലാ കുട്ടികളും ശുദ്ധപ്രകൃതിയോടുകൂടി പറന്നു വീഴ. ഈ നൂഹ് നബിയുടെ പരിചയത്തെ എക്സ്പീരിയൻസ് പറയാനേ, പെറ്റു വീഴുന്ന കുട്ടി പോലും കുഫറോടെ പെറ്റു വീഴുകയുള്ളൂ. അതുകൊണ്ട് പടച്ചവൻ ഇങ്ങനെ നശിപ്പിച്ചു. വിശ്വാസികളെ, അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ്. ആ സമയത്ത് നൂഹ് നബിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത വഹി കൊടുത്ത ആയത്താണ് മുഅ്മിനീങ്ങളെ, ഒരു ഇസ്തിഗ്ഫാറിനെ തേടാൻ ഒരുക്കമുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്ക് അല്ലേ? തൂക്കി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച അവസാനത്തിൽ ഇങ്ങനെ കൊലക്കയറ് വീഴുന്ന സമയത്ത് നീ പൈക്കോന്ന് പറയുന്ന അവസ്ഥയാണ്. ആ ഉമ്മത്തിനെ നശിപ്പിക്കാൻ കപ്പൽ അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്, മലയുടെ മുകളിൽ കപ്പലിന്റെ വർക്കോ കഴിഞ്ഞിട്ടുണ്ട്. സംഗതി ഇപ്പൊ ആകാശം പൊട്ടി വീഴാണ്, ഫതഹിന് അബുവാബസ്ഥമായി നടക്കാൻ പോവാണ്. ആ സമയത്തുള്ള അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ തേടാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടാൻ ഒരുക്കമുണ്ടോ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാത്തൊരു വാക്കല്ലേ മുഅ്മിനീങ്ങളെ. റഹ്മാനായ റബ്ബിനെ നിങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് കാണിൻ. നമ്മെ സ്നേഹിക്കുന്ന നാഥൻ, നമ്മുടെ കാര്യത്തിൽ കനിവുള്ള നാഥൻ, നമ്മുടെ കാര്യത്തിൽ ദയാവായ്പുള്ള റബ്ബിനെ ഈ ഖുർആനെ സൂക്തത്തിലൂടെ നമുക്ക് കാണാൻ പറ്റണം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളായത്തിന്റെ ബാക്കി എന്താണെന്നോ, ഇസ്തിഗ്ഫാറിനെ തേടാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ? അല്ലാഹ് പറയാ, ഇന്നഹു കാന ഗഫാറാ. എല്ലാം നിങ്ങൾക്ക് അവൻ പുറത്തു തരും. പോരാ, അല്ലാഹ് പറയാ, പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, യുർസിലിസ്സമാഅലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് അല്ലാഹു സമൃദ്ധമായ ഐശ്വര്യം നൽകും. മഴ നല്ലോണം തരുന്ന ഐശ്വര്യം നൽകും. യുർസിലിസ്സമാഅലൈക്കും മിദ്റാറാ വയംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. തോട്ടം തുടങ്ങിയ സൗകര്യമൊക്കെ തരാണ്. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരായത്താണ്. അള്ളാന്റെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉമ്മത്തിനോട് പറയാം, നിങ്ങൾ നന്മയ്ക്ക് വരാൻ ഒരുക്കാണോ? ഇപ്പോൾ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് ഒരുക്കമാണ്.
വിശ്വാസികളെ, ഖുത്ബ കേൾക്കുന്നവരെ ശ്രദ്ധിച്ചോ. പ്രശ്നങ്ങളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, പ്രയാസങ്ങളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, പ്രതിസന്ധികളുള്ളവരിലെ ഈ കൂട്ടത്തിൽ, ഈ ഖുത്ബ കേൾക്കുമ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. പടച്ചോനെ, അയാൾക്കൊരു 10,000 കൊടുക്കാനുണ്ടല്ലോ, ആ കടയിൽ 2,000 കൊടുക്കാനുണ്ടല്ലോ, വരുമാനമില്ലല്ലോ, വിഷമിച്ചിരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരോടും ഞാൻ പറയട്ടെ, സാമ്പത്തിക പരാധീനത നിങ്ങൾക്കുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, മറ്റുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ഖുർആനിക വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നോ. സകലതിനും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. സകലതിനെയും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി പറഞ്ഞൊരു തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ശ്രദ്ധയോടെ കേട്ടോ, ഉണർന്നിരുന്ന് കേട്ടോ, ആലസ്യത്തോടെ കേൾക്കല്ലേ മുഅ്മിനീങ്ങളെ. പ്രവാചകൻ തിരുമേനി പറയാൻ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാറിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ, ഇസ്തിഗ്ഫാർ ലാസിമാക്കിയോ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിന്റെ ജീവിതവുമായി മുന്നോട്ട് പോയോ. അള്ളാന്റെ റസൂൽ നൽകുന്ന വാക്കാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കാണിത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി നീക്കിൻ മഖ്റജാ. എല്ലാ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു തുറവി നൽകുന്ന. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ ലാസിമാക്കിയോ. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ ഭാഗമാക്കിയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജഅലല്ലാഹു മിൻ കുല്ലി ലീക്കിൻ മഖ്റജാ. അല്ലാഹു അക്ബർ, വല്ലാത്തൊരു വാക്ക്. മിൻ കുല്ലി ലീക്കിൻ മഖ്റജാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തുറവി നൽകും. പ്രയാസമുള്ളവരെ ഇസ്തിഗ്ഫാറിന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നോളിന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണിത്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇത് കാണാതെ പഠിച്ചോ. മിൻ കുല്ലി ലീക്കിൻ മഖ്റജാ. സകല ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു തുറവി നൽകും. വീണ്ടും മിൻ കുല്ലി ഹമ്മിൻ ഫർജാ. എല്ലാ മനോവിഷമങ്ങളിൽ നിന്നും അല്ലാഹു തുറവി നൽകും. മനക്ലേശത്തിൽ റബ്ബിന്റെ ഇടപെടലുണ്ടാകും. സൃഷ്ടിച്ച റബ്ബ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നിർത്തിയില്ല എന്റെ മുഅ്മിനീങ്ങളെ. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഉപജീവനവും അടച്ചും തരുന്ന, റിസ്ക് തരുന്ന. അത് ഖുർആനിൽ വേറെ ആയത്തോടെ വല്ലാത്തൊരു ആയത്തല്ലേ. ഉപജീവനം വളച്ചോന് ഇസ്തിഗ്ഫാർ ലോന് കൊടുക്കുന്ന. ഇനി എന്താ പ്രശ്നമുള്ളത്? ഇരിക്കണേ നമ്മൾ ആലോചിക്കുന്നു. വിഷമുള്ളവരില്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. സാമ്പത്തിക ഞെരുക്കലുള്ളവരില്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. ഉപജീവന വിഷയത്തിൽ ബുദ്ധിമുട്ടുള്ളവരില്ലേ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോളി. എന്താ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ? കുറെ തവണ അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് തൂബു ഇലൈഹി. രാവിലെ എല്ലാ ദിവസവും രാവിലെ 100 തവണ ഞാൻ നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടാറില്ലേ? തേടണം. വൈകുന്നേരവും തേടണം. മുത്തറസൂലിന്റെ വാക്കാണ്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അരികിലേക്ക് ഒരു ബഹുമാനായ ഒരു അനുജൻ വന്നിട്ട്, ഉസ്താദേ, എനിക്ക് സാമ്പത്തികമായ ഭയങ്കര ഞെരുക്കാണ്. അദ്ദേഹം പറയാണ്, ആയത്തോതി കേൾപ്പിച്ചു കൊടുക്കുക. സാമ്പത്തിക പരാതി എന്തെന്ന് പറഞ്ഞപ്പോ, അദ്ദേഹം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ, എന്താ സാമ്പത്തിക ഞെരുക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കും, അത് ചൊല്ലിയാൽ മതിയാണ്. പിന്നൊരിക്കൽ വന്നിട്ട് പറഞ്ഞു, മക്കളില്ല, സന്താന സൗഭാഗ്യം, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മഹാനായ പണ്ഡിതൻ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കും. വീണ്ടും 1-2 കാര്യങ്ങൾ കടക്കണിയും ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞു. ഇതെന്ത് വന്ന് പറഞ്ഞാൽ ഇത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കും. അപ്പൊ അയാള് ഉസ്താദിനോട് ചോദിക്കാണ്, എന്താ നിങ്ങൾ എന്ത് വന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറയുന്നത്? ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയല്ല, ഖുർആനിലെ ആയത്താണ് എനിക്കത് പറയാൻ പ്രചോദനം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് എനിക്ക് പറയാൻ പ്രചോദനം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും ഖുർആനിന്റെ വചനവും. പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭവം എന്നാ വന്ന് പറഞ്ഞ വ്യക്തിയോട് എന്താ നിങ്ങൾ അങ്ങനെ പറയണമെന്ന് ചോദിച്ചവരോട്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചോ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. എന്നിട്ടോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. സമൃദ്ധി നൽകും, മക്കളെ നൽകും, തോട്ടം നൽകും, ഐശ്വര്യം നൽകും, എല്ലാറ്റിലും അനുഗ്രഹം നൽകുന്ന ഖുർആന്റെ ആയത്ത്. അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾ കൃത്യമായി കാണുന്ന റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണം.
ജീവിതം വിശുദ്ധമാക്കണം, റബ്ബിനോടടുക്കണം, അവനിഷ്ടപ്പെടുന്ന വഴിയിൽ സഞ്ചരിക്കണം. തെറ്റുകുറ്റങ്ങൾ മനുഷ്യരെന്ന നിലക്ക് നമ്മളിൽ വന്നിട്ടുണ്ട്. പരിഹാരം അവങ്കിലേക്ക് ഏതിച്ചു മടങ്ങലാണ്. എല്ലാം പുറത്തു തരാൻ ഒരുക്കമാണ്. ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല റബ്ബ്. സ്വർഗമൊരുക്കി ആ സ്വർഗത്തിലേക്ക് ഓടിവാ. ഓടിവാ. കാരണം എന്താ, ഇന്നിപ്പോ ജുമാക്ക് ഇവിടെ ഇരുന്നു. ഈ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ ഇസ്തിഗ്ഫാറിനെ ചെല്ലണം. ഒന്നും ചെല്ലാതെ ഇറങ്ങിപ്പോയി വല്ല തട്ടിത്തറിഞ്ഞ് വീണ് പോയാൽ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ധൃതി കാണിക്കണമെന്ന് ഖുർആൻ പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയും മനസ്സിന് ആശ്വാസം നൽകുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ, എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറുമായി നമ്മൾ ജീവിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു പ്രാർത്ഥന ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. വല്ലവരും ഈ ഖുത്ബ കേൾക്കുന്നവർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായി പഠിക്കണം. ഒരു ദിവസം 2 തവണയെങ്കിലും ചെല്ലണം സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ സയ്യിദ് എന്ന നേതാവ്? ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന അതിലേറെ വലിയ പ്രാർത്ഥന ഇല്ലാന്ന്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരാരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ചോദിച്ചറിഞ്ഞ് പഠിക്കണം. നിങ്ങളെ ഫോണിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അടിച്ചു കൊടുത്താൽ പ്രാർത്ഥന കുറെ രൂപത്തിൽ വരും. കുറെ രൂപത്തിലല്ല, കുറെ നമ്മളെ കയ്യിലുണ്ട് വരും. അങ്ങനത്തേനൊക്കെ ഫോൺ ഉപയോഗപ്പെടുത്തണം. ആ പ്രാർത്ഥനയുടെ ഒരു മഹത്വം റസൂലുള്ളാഹി പറയാം. മൻ ഖാലഹാ മിനൻ നഹാരി, ഒരു സഹോദരൻ നേരം വെളുക്കുന്ന സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി, മൂക്കിനൻ ബിഹാ, ദൃഢവിശ്വാസത്തോടുകൂടി സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലിയാൽ, ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസാ, ഓ മരിക്കാണ്, വൈകുന്നേരത്തിനടക്കം മരിച്ചാൽ റസൂലുള്ളാഹി പറയാം, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്ത് പോകുന്നതാണ്. നിസ്കാരം ദീനൊന്നും ഇല്ലാതെ ചെല്ലിയ കൊട്ടുന്നല്ല, എല്ലാവർക്കും അറിയാലോ. ജീവിതത്തിൽ നിസ്കാരം ഇസ്ലാമിയത്തൊക്കെ ശ്രദ്ധയുണ്ട്. ശ്രദ്ധയോടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലി വൈകുന്നേരത്തിനൊക്കെ മരിച്ചാൽ റസൂലുള്ളാഹി പറയുന്നു, ഫഹു മിൻ അഹ്ലിൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരനാണ്. വമൻ ഖാലഹാ മിനൽ ലൈലി, രാത്രി ആയപ്പോഴും അത് ചൊല്ലി, വഹുവ മൂഖിനുൻ ബിഹാ, ദൃഢവിശ്വാസത്തോടെയാണ് അവൻ ചൊല്ലിയതെങ്കിൽ, ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് വല്ലാത്തൊരു വാക്കാണ്, ഓ സ്വർഗ്ഗക്കാരനാണ്. ഇതൊക്കെ എന്താണോ മനസ്ദീനിയായ ശ്രദ്ധയുള്ളവർ ഇതൊക്കെ കറക്റ്റ് കൊണ്ടിടക്കുന്നുണ്ട്. അല്ലാത്തവരിങ്ങനെ യമീനു ശിമാൽ നടന്ന കാലം കഴിക്കുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിത്തെറിഞ്ഞു പോഴും എല്ലാരും കൂടി മയ്യത്തസ്കരിക്കും. ഓന്റെ ആ വീണോടുകൂടി അവന്റെ ഇടങ്ങേറ് തുടങ്ങാണ്. എല്ലാരും മനസ്സിലായിക്കൂടി. തട്ടിത്തടഞ്ഞ് വീണ് റൂഹ് പിടിക്കുന്നതോടുകൂടി അവന്റെ പ്രയാസം തുടങ്ങുക. നമുക്ക് പ്രയാസം തുടങ്ങല്ല, വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ലോകത്തിന് സുഖത്തിക്കാണ് പോകണം. മരിക്കാന്ന് പറഞ്ഞാൽ സുഖാണ്. പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് മരിക്കാൻ കൊതിക്കേണ്ട, കുറച്ചുകൂടി നന്മ ചെയ്തോളി. അല്ലെ, അറബികളൊക്കെ ഭാര്യ മരിച്ചു എന്ന് ജോലിക്കാരൻ അഥവാ തന്റെ ആളോട് പോയിട്ട് പറയാം, കഫീനോട് പറയാ ഭാര്യ മരിച്ചു എന്ന്, അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മുടെ നാട്ടില് പറഞ്ഞ സീനാവും. എന്താ അൽഹംദുലില്ലാ, സുഖത്തേക്ക് പോയി എന്നാണത്. സ്വസ്ഥതയിലേക്ക് അല്ലലില്ലാത്ത അലട്ടില്ലാത്ത ലോകത്തേക്ക് ആ സഹോദരൻ യാത്രയാവുകയാണ്. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുഅ്മിനായ ഒരാൾ മരിച്ചാൽ സുഖത്തിലേക്കാണ് അവൻ പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധപൂരിതമായ കഫം പടവിയിൽ പൊതിഞ്ഞ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഈ പ്രാർത്ഥന ചൊല്ലി ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഓ സ്വർഗത്തേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോളി എല്ലാവരും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തൊരു പഠിച്ചോളി, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ, ചെല്ലാൻ ആവശ്യപ്പെട്ടോളൂ. ഭാര്യനോട് ചോദിക്കുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയോ? ഇല്ല, നിന്റെ കുട്ടിച്ച പഠിക്കണം. ഭർത്താവിനോട് ചോദിക്കത് കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങൾക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയോ? ഒരു ഖുത്ബ കേട്ടാൽ അതാണ് ആരോഗ്യകരമായ വീട്. ദീനീ ചർച്ചകൾ വീട്ടിൽ നടക്കണം, ഇസ്ലാമിക ചർച്ചകൾ വീട്ടിൽ നടക്കണം. ആ വീടാണ് സ്വർഗത്തിൽ ഒരുമിക്കുന്ന വീട്. അല്ലാത്തത് ഇവിടെ നല്ല അടിപൊളി ജീവിതം, നല്ല ഫുഡും കഴിച്ച് വിലച്ച് നടന്ന അവിടെ പാപ്പാക്ക് ഉമ്മാനെ കിട്ടൂല, ഉപ്പാക്ക് വാപ്പാനും കിട്ടൂല, പോറ്റി വളർത്തിയ മക്കളെ അവിടെ കിട്ടൂല. ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖതാണ്.
ദീനിയായ നിലയിൽ ഇടപെടലുണ്ടോ രക്ഷപ്പെടും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇദാ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ബിസംബിഹി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അറിയാത്തവരൊക്കെ പഠിച്ചോളി. ഈ ഖുതുബക്ക് വന്ന സകലരും അടുത്ത ആഴ്ചന്റെ ഉള്ളിൽ ഇത് പഠിക്കാൻ തീരുമാനിച്ചോളി. വിശ്വാസികളെ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ഈ കളിയും ചിരിയും തമാശയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം നമുക്ക് ലഭിക്കണം. സന്തോഷത്തോടെ ഈ ലോകത്തോട് നമുക്ക് യാത്ര പറയണം. നന്മയിൽ സഞ്ചരിക്കാൻ, ഇസ്തിഗ്ഫാറുമായി ജീവിക്കാൻ. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹ് ഇടപെടും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരുണാവാരിധിയായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്തിഗ്ഫാറുമായി ജീവിച്ച് ഇഹപര സൗഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ ഭാഗ്യവതികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്ന മാതാപിതാക്കളാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകൊള്ളുമ നൽകുമാറാകട്ടെ. രോഗത്താൽ വിഷമിക്കുന്നവർ ധാരാളം ഈ പള്ളിയിലുണ്ട്. കുറെ രോഗികളായ ആളുകൾ ജുമാ നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചു വന്നവരുണ്ട്. ആരൊക്കെ നമ്മുടെ അറിവിൽ പരിചയത്തിൽ ഈ മജ്‌ലിസിൽ വന്നവരിൽ ആശുപത്രിയിൽ കഴിയുന്നവർ, ചികിത്സയിൽ കഴിയുന്നവരുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ക്യാൻസർ പോലുള്ള മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ ദീനിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين.